We shall now discuss the Davisson and Germer experiment, which experimentally verified the wave nature of electrons. അപ്പോൾ ഇലക്ട്രോൺസിന് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല അതിന് വേവ് നേച്ചർ ഉണ്ട് എന്നുള്ള ആ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് ദാറ്റ് മാറ്റർ ഹാസ് വേവ് നേച്ചർ, മാറ്റർ വേവ്സിൻ്റെ the existence of matter waves was first experimentally verified by the scientist Davisson and Germer. അപ്പോൾ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ there is an electron gun which consists of a tungsten filament F which is coated with barium oxide. ഈ ടങ്സ്റ്റൻ ഫിലമെൻറ്റ് കോട്ടഡ് വിത്ത് ബേരിയം ഓക്സൈഡ് ആണ്. അതിന് നമ്മൾ ഒരു ലോ ടെൻഷൻ ബാറ്ററി ഉപയോഗിച്ച് അതിന് പവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടങ്സ്റ്റൻ ഫിലമെൻറ്റ് ഈസ് ഗിവൺ എ നെഗറ്റീവ് വോൾട്ടേജ്. ടങ്സ്റ്റൻ ഫിലമെൻറ്റ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ ഗൺ വിച്ച് എമിറ്റ്സ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിനെ നമ്മളൊരു നിക്കൽ ടാർജറ്റിൽ വന്ന് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് നാരോ ആവാൻ വേണ്ടി, അതിനെ കോളിമേറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് എ സിലിണ്ടർ. ഈ സിലിണ്ടറിൽ ദർ ഇസ് എ സ്മോൾ ഹോൾ. അപ്പോൾ ഇലക്ട്രോൺസ് ആ ഹോളിലൂടെ, സിലിണ്ടറിലുള്ള ഹോളിലൂടെ കടന്നു പോകുമ്പോൾ ദേ ബിക്കം കോളിമേറ്റഡ് ടു എ നാരോ ബീം. അപ്പോൾ ഈ സിലിണ്ടറിൽ നമ്മളൊരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ദി ഇലക്ട്രോൺസ് എമിറ്റഡ് ബൈ ദി ടങ്സ്റ്റൻ ഫിലമെൻറ്റ് get accelerated towards the cylinder. So we are giving a high positive voltage to the cylinder A. അപ്പോൾ ഇവിടെ ഒരു ഹൈ ടെൻഷൻ ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫിലമെൻ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗൺ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ഓഫ് ദി ബാറ്ററി സോ ദാറ്റ് ഇറ്റ് എമിറ്റ്സ് ഇലക്ട്രോൺസ്. The electrons are collimated to a narrow beam and they fall on the nickel target. ഈ നിക്കൽ ടാർജറ്റിൽ വീണ് കഴിഞ്ഞാൽ they get scattered in all directions. ഈ scattered or they get diffracted in all directions and the diffracted electron beam is observed through a movable collector. ഈ മൂവബിൾ കളക്ടറിൽ നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ the intensity of the electron beam can be measured using this electron detector. ഈ ഡിറ്റക്ടറിനെ നമുക്കൊരു സർക്കുലാർ സ്കെയിലിലൂടെ മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതിൽ ദർ ഇസ് എ സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ വിച്ച് റെക്കോർഡ്സ് ദ കറൻറ്റ് ആൻഡ് ദ ഹോൾ അപ്പാരറ്റസ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ആൻ ഇവാക്വേറ്റഡ് ചേംബർ. ഇനി ഈ ഡിറ്റക്ടറിനെ നമ്മൾ പല പൊസിഷനിലേക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറൻറ്റ് സ്കാറ്ററിങ് ആംഗിൾസിൽ എത്ര ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സ്റ്റഡി ചെയ്യാം. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് ഇലക്ട്രോൺ ബീം ഈസ് മെഷേർഡ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ആംഗിൾസ് ഓഫ് സ്കാറ്ററിങ് തീറ്റ. ആംഗിൾ ഓഫ് സ്കാറ്ററിങ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ബീം ആൻഡ് ദി ഡിഫ്രാക്റ്റഡ് ഇലക്ട്രോൺ ബീം. അപ്പോൾ ഓരോ ആംഗിൾ തീറ്റയിലും വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ് എന്നുള്ളത് ഗാൽവനോമീറ്റർ റീഡിങ്ങിൽ നിന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാം. എന്നിട്ട് നമ്മൾ വേരിയേഷൻ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് വിത്ത് ദ ഡിഫറെൻറ്റ് സ്കാറ്ററിങ് ആംഗിൾസ് തീറ്റ ഈസ് ഒബ്റ്റെയിൻഡ് ഫോർ ഡിഫറെൻറ്റ് ആക്സിലറേറ്റിംഗ് വോൾട്ടേജസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് വേരി ചെയ്യുന്നു. നമ്മൾ വോൾട്ടേജ് 44 വോൾട്ട് തൊട്ട് 68 വോൾട്ട് വരെ വേരി ചെയ്യുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൈ ടെൻഷൻ ബാറ്ററിൻ്റെ വോൾട്ടേജ് ഫ്രം 44 വോൾട്ട് ടു 68 വോൾട്ട് നമ്മൾ വേരി ചെയ്യുന്നു. എന്നിട്ട് സ്റ്റഡി ചെയ്യുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് വിത്ത് വേരിയേഷൻ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് വിത്ത് ദ ആംഗിൾ ഓഫ് സ്കാറ്ററിങ്, ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ബീം ആൻഡ് ദി ഡിഫ്രാക്റ്റഡ് ഇലക്ട്രോൺ ബീം. അങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ ഇറ്റ് വാസ് നോട്ടീസ്ഡ് ദാറ്റ് എ സ്ട്രോങ് പീക്ക് അപ്പിയർഡ് ഇൻ ദ ഇൻറ്റൻസിറ്റി of the scattered electron for an accelerating voltage of 54 volt at a scattering angle theta equal to 50 degree. അപ്പോൾ ഇതിൽ a graph is drawn between the ഇത് ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയാണ്, ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ബീമും ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന സ്കാറ്റേർഡ് ഇലക്ട്രോൺ ബീമും. ഇത് ഡിഫ്രാക്റ്റഡ് ഓർ സ്കാറ്റേർഡ് ഇലക്ട്രോൺ ബീം, ദിസ് ഇസ് ദ ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ബീം, ദിസ് ഇസ് ദ ആംഗിൾ തീറ്റ. അപ്പോൾ പല ആംഗിൾസ് ഓഫ് സ്കാറ്ററിങ്ങിൽ നമ്മൾ സ്റ്റഡി ചെയ്തു.
ഈ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് സ്കാറ്ററിങ് ഈക്വൽ ടു 50 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് സ്കാറ്ററിങ് 50 ഡിഗ്രി ആൻഡ് ദ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ 54 വോൾട്ടിൽ ദ പീക്ക് ഈസ് ഫൗണ്ട് ടു ബി maximum. There is a strong peak in the intensity there is a strong peak in the intensity of the scattered electron for an accelerating voltage of 54 volt at a scattering angle theta is equal to 50 degree. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു അപ്പോൾ ബാക്കി ഇനി 54 കഴിഞ്ഞാൽ 64 വോൾട്ടിൽ കുറയുകയാണ് ചെയ്തത്, അതേപോലെ 68 വോൾട്ടിലും കുറയുകയാണ് ചെയ്തത്. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് strong peak in the intensity of the scattered electron? അതിൻ്റെ റീസൺ it is due to the constructive interference of electrons scattered from different layers of the regularly spaced atoms of the crystal. അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽ ലാറ്റിസിൽ there are regularly spaced atomic arrays അല്ലേ, അതിൽ തട്ടിയിട്ട് ഇൻ്റർഫറൻസ് നടന്നിട്ടാണ് ഇങ്ങനെയുള്ള സ്ട്രോങ് പീക്ക് കാണുന്നത്. The peak in the curve, peak in the intensity is due to the constructive interference of electrons scattered from different layers of regularly spaced atoms of the crystal. ഇനി ആ എക്സ്റേ ഡിഫ്രാക്ഷൻ ബൈ ക്രിസ്റ്റൽസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ബ്രാഗ്സ് ഇക്വേഷൻ. 2d sin theta is equal to n lambda. n is an integer, lambda wavelength of the അവിടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ബൈ ക്രിസ്റ്റൽസിൽ വേവ് ലെങ്ത് ഓഫ് എക്സ്റേ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ. പിന്നെ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്പേസിങ് ബിറ്റ്വീൻ ദ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ആറ്റോമിക് ലെയർ തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഡി. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നിക്കൽ ക്രിസ്റ്റലാണ് അല്ലേ. അപ്പോൾ 2d സൈൻ തീറ്റ എന്നുള്ളത് 50 ഡിഗ്രി. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് വേവ് ലെങ്ത് ലാംഡ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടിയത് 0.165 നാനോമീറ്റർ ആണ്. യൂസിങ് ദിസ് ഇക്വേഷൻ വി ഗോട്ട് ദ വേവ് ലെങ്ത് ഓഫ് matter wave or wavelength of electron wave as 0.165 nanometer. But using de Broglie's equation for wavelength of electron which is accelerated through potential V volt, നമുക്കറിയാം 1.227 by root V നാനോമീറ്റർ ആണ് de Broglie's ഹൈപ്പോത്തസിസ് വെച്ചിട്ടുള്ള വേവ് ലെങ്ത്. അപ്പോൾ ഇതിൽ നമ്മൾ വി ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ 54 വോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദി ആൻസർ 0.167 നാനോമീറ്റർ. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കിട്ടിയത് 0.165 നാനോമീറ്റർ ആണ്. ഡി ബ്രോഗ്ലിൻ്റെ തിയററ്റിക്കൽ പ്രഡിക്ഷൻ വഴി കിട്ടിയ ആൻസർ 0.167 നാനോമീറ്റർ ആണ്. അപ്പോൾ ദീസ് ടു എഗ്രി വെരി വെൽ with each other, and so we can confirm the wave nature of electrons and the de Broglie relation that lambda equal to h by p, and in the case of electron it is equal to 1.227 by root v നാനോമീറ്റർ എന്നുള്ള റിലേഷൻ ശരിയാണ് എന്നുള്ളത് ഈ എക്സ്പെരിമെൻ്റ് വഴി കൺഫേം ചെയ്യാം. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ, ആ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഹാസ് വേവ് നേച്ചർ എന്നുള്ള ഇത് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് അല്ലേ. വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് വിസിബിൾ ലൈറ്റ്, ആൻഡ് ഹെൻസ് ദ റിസോൾവിംഗ് പവർ ഓഫ് ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓർഡിനറി മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് മേക്സ് യൂസ് ഓഫ് ദി വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ്.